ഇന്ന് നമുക്ക് രാവിലെ ഒരിടം വരെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ശടപടേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ മധുരക്കിഴങ്ങ് കഴിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മധുരക്കിഴങ്ങ് ഇവിടെ വാങ്ങിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിക്കാലത്തൊക്കെ എന്താ പറയുക, ഈ കപ്പ കാച്ചിൽ, അതുപോലെ തൊപ്പക്കിഴങ്ങ്, ചേന, ചേമ്പ്, മധുരക്കിഴങ്ങ് ഇതൊക്കെ കൂടെ ഇട്ടിട്ട് മൺകലത്തിൽ വൈകുന്നേരം ഞങ്ങൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അമ്മ പുഴുങ്ങി വെക്കും കേട്ടോ. പക്ഷേ അതിൽ കപ്പ, തൊപ്പക്കിഴങ്ങ്, കൂർക്ക, അതുപോലെ നമ്മുടെ കാച്ചിലൊക്കെ, അന്ന് നീലക്കാച്ചിൽ വീട്ടിൽ കൃഷി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അത് മാത്രമേ കഴിക്കുകയുള്ളൂ. ഈ ചേന ചേമ്പ് ആദ്യമേ കഴിക്കില്ല, അതിൻ്റെ കൂടെ ഈ മധുരക്കിഴങ്ങും കഴിക്കില്ലായിരുന്നു. പക്ഷേ ഈ ഇടക്കാലം കൊണ്ട് ഞാൻ ഈ മധുരക്കിഴങ്ങിൻ്റെ ഒരു ഫാനായി മാറിയിരിക്കുകയാണ്. കാരണം ഇപ്പോഴും ചേനയും ചേമ്പും കഴിക്കില്ല, പക്ഷേ ഈ മധുരക്കിഴങ്ങിനോട് ഒരു വല്ലാത്തൊരു ഇഷ്ടം കൂടിയിട്ടുണ്ട്. മധുരക്കിഴങ്ങും അതുപോലെ ഇങ്ങനെ ഉള്ളി, പച്ചമുളക്, പുളിയൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചമ്മന്തി പോലെ ഉണ്ടാക്കിയിട്ട് അത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഒരു കാലത്ത് വേണ്ടാന്ന് വെച്ചിട്ടുള്ള സാധനം ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടതായിട്ട് മാറണം. നമ്മളിങ്ങനെ പ്രായം ചെല്ലുന്തോറും നമ്മൾ പഴയ നൊസ്റ്റാൾജിയയിലേക്ക് പോവാണ് തോന്നുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇതാ രാവിലെ കട്ടൻ ചായയും മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും ചമ്മന്തി കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പോകാനുണ്ട് ഒരു സ്ഥലം വരെ. അപ്പോൾ തിരക്കിലാണ്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.